everyone. Good morning from Udaipur. അങ്ങനെ ഞാൻ ആദ്യം പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പ്രിയാൻഷ് എന്നാണ് പേര്. അവിടെ ഉദയ്പൂർ തന്നെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് രാവിലെ നല്ല പനി ആയതുകൊണ്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോവാതെ ഞാൻ ഇവൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാൻ അവിടെ പോയപാടെ അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. പോഹ, പിന്നെ പപ്പടം പോലത്തെ ഒരു ചപ്പാത്തി, ലഡ്ഡു, ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്പി ചപ്പാത്തി. പക്ഷെ നമ്മളിത് പോഹേൻ്റെ കൂടെ നമ്മുടെ അവില് നനച്ച പോലെ. ഈ ലഡ്ഡു എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കട്ടില്ലാതാട്ടോ, ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറഞ്ഞത്. ബിക്കോസ് എനിക്ക് പനിയുള്ളത് കൊണ്ട് അവില് നനച്ചത് പോലത്തെ അതൊക്കെയാണ് തന്നത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഇഞ്ചിയുടെ ഒരു കഷ്ണം എൻ്റെ ബാഗിലും ഇട്ടു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ പറഞ്ഞു വായിലിട്ടിട്ട്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സുഖം തരും കേട്ടോ. ഇഞ്ചി നമുക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ കഴിക്കുമ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ട്രൈ ചെയ്തത്. ഒന്ന് കുളിച്ചു, മാറ്റി, ഗുളിക തന്നു, ഭക്ഷണം തന്നു. അപ്പം ഞാൻ ഹോസ്റ്റലിലോട്ട് പോയിരിക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കാൻ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ രാവിലെ എനിക്ക് വന്നപ്പം I don't know what to do because yesterday was such a hectic day for me. ദെൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഉദയ്പൂരിൻ്റെ ബ്യൂട്ടി. നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. ഉദയ്പൂർ അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നാണ്. സോ എവിടെ തിരിഞ്ഞാലും നമുക്ക് വെള്ളം കാണാൻ പറ്റും. ഭയങ്കര സൂത്തനിങ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ, ഒഴുകുന്ന നദി കാണുമ്പോൾ കിട്ടുക. സോ ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി. 10 ഷെയറിങ് ഡോർമെട്രിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം പെർ ഡേ 450 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. ബെഡ് കണ്ടപ്പോഴേ എനിക്ക് വയ്യാണ്ടായി, ഞാൻ കിടന്നു. പിന്നെ ഞാൻ എണീക്കുന്നത് ഈവനിങ് ആണ്. അപ്പം ഈവനിങ് തൊട്ടിട്ടാണ് പിന്നെ ഞാൻ നടന്ന് കാണാൻ തുടങ്ങിയത്. എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് നടന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. സോ കശ്മീർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഫുൾ വിൻ്റർ ഡ്രസ്സൊക്കെ എടുത്ത് വന്ന ഞാൻ, ലുക്ക് അറ്റ് മീ റൈറ്റ് നൗ. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനാണ്. ഞാൻ ഉദയ്പൂരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് പനിച്ച് പണ്ടരടങ്ങി ചത്ത് കിടക്കായിരുന്നു ഇത്ര നേരം. ഐ വോണ്ട് ഈറ്റ് സംതിങ് വെരി ഹോട്ട്. സോളോ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ദാറ്റ് ഫ്രീഡം ടു ചൂസ് അവർ വേ. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് പ്ലാൻസ് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. വേറൊരാളുടെ ഡയറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും നമ്മൾ നിൽക്കണ്ട. ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെയാണല്ലോ ഗൈസ്, വല്ലാത്തൊരു ഞാൻ തന്നെ. ആൻഡ് ദെൻ ഒബ്വിയസ്ലി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ 100 ആവും ഗൈസ്. ട്രസ്റ്റ് മീ ഗൈസ്. നമ്മൾ പറിക്കില്ല, പക്ഷെ ഇവിടുന്ന് കണ്ടാൽ നമ്മൾ പറിച്ച പുസ്തകത്തിനിടെ വെക്കും. ബിക്കോസ് ദിസ് ഇസ് കോൾഡ് മെമ്മറി. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കും. ആക്ച്വലി എൻ്റെ കിടത്തം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ എണീക്കുന്നു, പക്ഷെ ഞാൻ എണീറ്റു. അപ്പോൾ നമ്മളെന്ത് പറയണം? പടച്ചവനോട് സ്തുതി പറയണം. അൽഹംദുലില്ലാ. എണീറ്റില്ലായിരുന്നു ഞാൻ അത് മിസ് ചെയ്തേനെ. ദിസ് ഗോൾഡൻ വ്യൂ ഓഫ് ഗൈസ്, എനിക്ക് പറയാനറിയില്ല, അത്രത്തോളം വയ്യ എനിക്ക്. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിശക്കുന്നുണ്ട്. ബാക്കിലൂടെ സായിപ്പന്മാർ, ഐ മീൻ വിദേശികൾ പോകുന്നുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാനും വയസ്സായതുപോലെ പോയി. And guess what happened? ഒരു അപ്പൂപ്പ എന്നോട് ഒന്ന് ചോദിച്ചു, "Are you a vlogger?" And I said, "Yes, I'm a vlogger." And he complimented me for my smile. And literally that made my day. Because ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലേക്ക് പിച്ചോല ഉദയ്പൂരിലോട്ടാണ്. സോളോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തു തരാൻ ആരുമില്ല. ഞാനപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫോൺ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. സോ ലേക്ക് പിച്ചോളയ്ക്ക് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 5 minutes ആണ് നടക്കാനുള്ളത്. നല്ല വ്യൂ ഉള്ള ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുമ്പം ഈ വെള്ളത്തിൽ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ.
ഇനിയിപ്പോൾ സ്ട്രെസ്സൊന്നും ഇല്ലെങ്കിലും ഒരു ദിവസം വൈകുന്നേരം വെള്ളം കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അടുത്തുള്ള ബീച്ചിലൊക്കെ പോയിട്ടിരിക്കുന്നത് ഓൺലി ഫോർ 10 minutes അത് ഭയങ്കരമായിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യും. ഒരുപാട് ആളുകൾ ഈ പുഴയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പാട്ട് വെച്ചിട്ട്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്യാൻ തന്നെ കാരണം കോപ്പിറൈറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ഈ ഒരു കുട്ടി അവളുടെ ഫോണിൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ പുഴയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനും അപ്പം ഇങ്ങനെ പുഴയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഓൾസോ എനിക്കിഷ്ടമാണ് ഞാൻ എവിടെയും ട്രാവൽ ചെയ്യുമ്പം ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത്, എത്ര ദൂരെ എത്തി എന്നുള്ളത്. അപ്പം അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരുന്നു. ആൻഡ് ഐ ഡിസൈഡഡ് ടു ഗോ വിത്ത് മൈ ഫ്രണ്ട് ടു അനദർ സ്പോട്ട്. Do you like coconut chutney? Wow. Yeah, I'm a YouTuber, vlogger. Hi bolo mere followers ko. Hi. Hello. Hi, this is Amrit from Udaipur. Guys, നമ്മളെ യാത്ര നമ്മൾ കരുതി വെക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ബിക്കോസ് ഞാൻ ഇവിടെ തന്നെ ആളല്ല. ഈ സൗണ്ടൊക്കെ ഞാൻ മിസ് ചെയ്തിരുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ഓടിയാ മതിയോ? സോ ഇനി സെൽഫ് ടോക്കിനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. ഇപ്പം നിങ്ങൾ മീറ്റ് ചെയ്തില്ലേ അമൃത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ട്രാവലറാണ്. ആൻഡ് ഹീ ഈസ് പ്ലാനിങ് ടു കം കേരളത്തിൽ വന്നാൽ ഹോപ്പ്ഫുള്ളി അവൻ എന്നെ ഇനിയും മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്ന റാൻഡം മനുഷ്യന്മാർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഹമാര മദർ ടങ് മലയാളം. I don't. You making it for as a profession or you just making for memory and also for Malayalam audience. അമൃത് ഞാൻ ഒരുപാട് സംസാരിച്ചു, നല്ല കണക്റ്റഡായി. അവൻ കേരളത്തിനെ കുറിച്ചും കേരളത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഒരുപാട് എനിക്കറിയുന്നത് പറഞ്ഞു കൊടുത്തു. എനിക്കാണെങ്കിൽ ഉദയ്പൂരിനെ കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു. പക്ഷേ ഇവൻ്റെ നാറ്റീവ് പ്ലേസ് പഞ്ചാബാണ്. പഞ്ചാബിനെ കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇവൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉദയ്പൂരിനെ കുറിച്ചും നന്നായിട്ട് അറിയാം. ആൻഡ് ഉദയ്പൂരിൻ്റെ വെതർ ഇപ്പം ഞാൻ പോകുമ്പോൾ തണുപ്പാണ്, പക്ഷെ ചൂടായാൽ എക്സ്ട്രീം ചൂടായിരിക്കും. ഉദയ്പൂർ ഞാൻ ഇറങ്ങിയ പാടന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം, റെയിൽവേ സ്റ്റേഷനിൽ പോലും നല്ല ബോഗൻ വില്ലാസ് ഉണ്ട്. എനിക്ക് ബോഗൻ വില്ലാസ് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഭയങ്കര ക്ലിയർ സ്കൈയിൽ ഈ ബോഗൻ വില്ലാസിൻ്റെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ കാണുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അമൃതിനോട് ഞാൻ ഈ ബോഗൻ വില്ല കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് നിർത്തും, നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഈ സ്പോട്ടിൽ No an issue, but अभी fever है ना, इसलिए wow. ദെൻ കുറച്ച് ബോഗൻ വില്ലാസ് പൊട്ടിച്ച് കയ്യിൽ പിടിച്ചു, ബിക്കോസ് ഉദയ്പൂരിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ഇനി ഞാൻ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. മുന്നേ ഞാൻ പോയി ഒരു സ്ഥലത്ത്, പക്ഷെ നല്ല ഫുഡല്ല കിട്ടിയത്. പിന്നെ വയ്യാത്തോണ്ടും ഫുഡ് ഇൻഫെക്ഷൻ ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അധികം അത് കഴിച്ചില്ല. ഇപ്പം അമൃത് തന്നെ കൊണ്ടുപോയിട്ട് എനിക്കൊരു നല്ല ചൂട് നൂഡിൽസ് മേടിച്ചു തന്നു. ഈവനിങ് ആണ്, നല്ല തണുപ്പാണ് പുറത്ത്. അപ്പം നൂഡിൽസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫുഡ് കൾച്ചറിനെ കുറിച്ച് സംസാരിച്ചു, കേരളത്തിലെ ഇവിടുത്തെ ഫുഡ് കൾച്ചർ. You love biryani? കേരള में अलग अलग बिरयानी है. ദെൻ പിന്നെ അമൃത് മൊമോസ് മേടിച്ചു തന്നു. പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ല. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് ഫുഡ് നമ്മൾ ട്രൈ ചെയ്യും, അവസാനം ഫുഡ് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല. പിന്നെ ഞങ്ങളൊരു നല്ലൊരു ചായ കുടിച്ചു. എനിക്ക് ഈ മൺകോപ്പയിൽ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അമൃതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൻറ്റിക് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് തോന്നാറില്ല. ബിക്കോസ് എനിക്ക് കൂടുതലും പുതിയ സ്ഥലങ്ങൾ കാണുക, ആളുകളെ മീറ്റ് ചെയ്യുക, അതായിരിക്കും എൻ്റെ ഒരു പ്രൈമറി ഇൻറ്റൻഷൻ. സോ യാത്രയിൽ ഞാൻ ഷോപ്പിംഗ് വളരെ കുറവാണ്. എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല രസമുള്ളൊരു അമ്പലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് നല്ല കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇരിക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ട്. അവരൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാനും അവിടെ പോയിട്ടിരുന്നു. ബിക്കോസ് നല്ല വ്യൂ ആണ് അവിടെ. ഞാൻ വരുമ്പോ കണ്ട ആ പാലം.
ആക്ച്വലി റൂമിൽ പോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ വിചാരിച്ചു കുറച്ചേരം കൂടി അവിടെ ഇരുന്ന് പുസ്തകം വായിച്ചു കുറേ നേരം. പുസ്തകം വായിച്ച് മടുത്തപ്പം ഞാനിങ്ങനെ വ്യൂ നോക്കിയിരുന്നു. അമ്പലത്തിൽ നിന്നുള്ള സോങ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങും നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക. നമ്മളെ യാത്രകൾ എപ്പോഴും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരും ലൈഫിനെ പറ്റിയിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് മനസ്സിലാവില്ല, എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാകും. സോ കാം. ഇവിടെ കിട്ടുന്നൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണല്ലേ. എനിക്കങ്ങനെ ഫീൽ ചെയ്യണം. ഇങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റൂല. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നതെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെയും ഞാൻ അവിടെ നിന്ന് നടന്നു. ഞാൻ വരുമ്പം കണ്ടൊരു പാലുണ്ടായിരുന്നു, നല്ല അടിപൊളി പാലം. അപ്പോൾ ഞാൻ ആ പാലത്തിന് കൂടിയാണ്. പാലത്തിൽ കുറേ ആളുകൾ, ടൂറിസ്റ്റുകളും പിന്നെ അവിടെയുള്ള ലോക്കൽ ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അതിലിടയ്ക്ക് ഇങ്ങനെ നടന്ന് ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ നോക്കുകയാണ്. ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട്. ജീവിതത്തിൽ എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ എനിക്കൊരു മെയിൻ ക്യാരക്ടർ എനർജി വരാറുണ്ട്. ആ മെയിൻ ക്യാരക്ടർ എനർജിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ മുൻപ് വായിച്ചിട്ടുള്ള പുസ്തകത്തിലൊക്കെ കണ്ടുള്ള പോലെ ഒരു പുസ്തകവും ചെറിയൊരു ബാഗും എടുത്ത് അറിയാത്ത സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അത്. ആൻഡ് റൈറ്റ് നൗ അതാണ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കാനും കൂടെ പറ്റുന്നില്ല. ആൻഡ് ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ലൈഫ്. കുറച്ച് നേരം എല്ലായിടം നടന്ന് കണ്ടതിന് ശേഷം ഇപ്പം ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ച് നടക്കുകയാണ്. നടന്ന് കാണുമ്പം ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ലൊക്കാലിറ്റി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അതായത് എങ്ങനെയൊക്കെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് എത്താം, നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത്, വഴികൾ കുറച്ചും കൂടെ ഫെമിലിയർ ആവും നമുക്ക്. അപ്പം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നടന്ന് തന്നെ പോണതാണ് നല്ലത്. തേർഡ് ഫ്ലോറിലോട്ട് കയറണമെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയെങ്കിലും എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ കിടന്ന് ഉറങ്ങി പോകണ്ടായിരുന്നു വിചാരിച്ചു. പക്ഷേ ഐ ആം ഷാക്കിറ അല്ല. ഐ വിൽ മേക്ക് ഇറ്റ് എനി വേ പോസിബിൾ. റൂം നമ്പർ 304. ഹായ്, കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അത്ര ആളും വിടുന്നില്ല. ഉപയോഗിച്ചു ചൂടുവെള്ളം, എൻ്റെ പുതിയ ഫ്ലാസ്ക്. കാശ്മീരിൽ പോയിട്ട് ഈ ഫ്ലാസ്കിൽ കാശ്മീരി കാപ്പ് കുടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പഴി പിടിച്ച് ചൂടുവെള്ളം ഉദയപൂരത്ത് കുടിക്കുകയാണ്. എന്തായാലും കരത്തുന്നല്ലോ അതുകൊണ്ടോ. ഹോട്ട് വാട്ടറിന് റെഡാണ് പറഞ്ഞത്. നോക്കാം. എൻ്റെ പടച്ചോനെ, ആവി പറക്കുന്ന ചൂടുവെള്ളം കിട്ടി. ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ ആണിത്. ഹോസ്റ്റലിലത്തെ വ്യൂ തന്നെ അടിപൊളിയാണ്. നമുക്ക് ലേക്ക് കാണാൻ പറ്റും, ചുറ്റുള്ള ബിൽഡിങ്സ് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ചില്ലാന്ന് വിചാരിച്ചു. ആൻഡ് ഒരു കുപ്പി നിറച്ച് ചൂട് വെള്ളവും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഈ ഹോസ്റ്റലിൽ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ റൂംമേറ്റ് ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അയാളാണെങ്കിൽ ഇന്ന് രാത്രി പോവും. അയാളുടെ നാട് ഗുജറാത്താണ്. പിന്നെ അയാളൊന്നും സംസാരിച്ചില്ല. അയാളുടെ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഉദയ്പൂർക്ക്. അപ്പോൾ പ്രൊഫഷണൽ നീഡ് ആയതുകൊണ്ട് തന്നെ ഞാനും കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. ഞാൻ മുകളിൽ വന്ന് ഈ വ്യൂവും കണ്ട് ആസ്വദിച്ചിരിക്കാൻ പോവാണ്. ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ, ഇങ്ങനെ വെറുതെ ഇരുന്ന് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഐ വോണ്ട് സേ ദാറ്റ് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ഫ്രീഡം ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ഈ വാച്ച് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
പൈസ ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ നോക്കുക. ഐ നോ ദാറ്റ് എവ്രി വൺ കനോട്ട് എഫോർഡ് ദിസ്. ട്രാവൽ ചെയ്യാൻ പൈസ വേണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇഫ് യു ക്യാൻ യു ഷുഡ്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ആൻഡ് ഇഫ് യു ആർ എ വർക്കിംഗ് പ്രൊഫഷണൽ, ഐ വോണ്ട് സേ ദാറ്റ് ഇടയ്ക്കെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾക്കുള്ള സമയം കണ്ടെത്തുക. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ളതും കൂടിയാണ്, നമുക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനുള്ളതും കൂടിയാണ്. സോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് പുസ്തകം വായിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ച് ഒരു ചെറിയ വരി എഴുതുന്നതാണ്. अभी कुछ दिनों से सुना है दिल का ड्रॉप शर्मीले हैं हम हैं जरा सीधे मासूम इतनी खैर कर जिस दिन कभी जिद पे अड़े ये प्यार की है बातें मुझे कहीं मुलाकातें तो ऐसे ही मिलते हैं दिल के बचते हैं दो दिल जहां And I got another friend in Udaipur. Her name is Janvi. ജാൻവി ഒരു കിഡിലൻ സൂപ്പർ വുമണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ കണക്റ്റഡായി. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം വെയിറ്റിംഗ് ഫോർ ജാൻവി ടു കം കേരള. ഞാൻ അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അവൾക്ക് കേരള ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കേരള കൾച്ചർ. ആൻഡ് ഐ വോണ്ട് ടു ട്രാവൽ വിത്ത് ഹർ. ആൻഡ് ഇപ്പോൾ അവൾക്ക് ഗുജറാത്തി സ്റ്റൈൽ ഡാൻസാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഐ ലവ് ഹർ. Guys, after all my dance, I'm going out for a night walk. Yeah. Now I am thinking, എന്തിനാണ് ഞാൻ രാത്രി നടക്കാൻ പോയത് എന്ന്. ഞാൻ ഉദയ്പൂർ രാത്രി വൈബ് അല്ലെങ്കിൽ നൈറ്റ് വൈബ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നടക്കാൻ തുടങ്ങിയത്. പക്ഷേ നൈറ്റ് വൈബ് അധികം ഇല്ലാത്തൊരു സിറ്റിയാണ് ഉദയ്പൂർ. പെട്ടെന്ന് തന്നെ ഓഫാവും. ഒരു 10 മണിക്ക് ശേഷം കടകളെല്ലാം അടച്ചു കഴിയും. പിന്നെ അധികം ആരും ഉണ്ടാവില്ല. ഒരു ഹാഫ് ആൻ അവർ നൈറ്റ് വാക്കിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലെത്തി. ആൻഡ് ദിസ് വാസ് മൈ ഫസ്റ്റ് ഡേ ഇൻ ഉദയ്പൂർ. ഉദയ്പൂരത്തെ ആദ്യത്തെ ദിവസം ഇത്രയും അടിപൊളിയായിരുന്നു എൻ്റെത്. ഇനി സെക്കൻഡ് ഡേ എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് നമുക്ക് കാണാം. തണുപ്പ് തണുപ്പ് അടിപൊളിയാട്ടോ ഇവിടെ. So this is for the people who are saying എന്തൊക്കെ ലൈഫാണ് ലൈഫ്. ഇന്ന് രാവിലെ എനിക്ക് തല പൊന്തിക്കാൻ പറ്റിയിരുന്നില്ല ബെഡിന്ന്. ഇപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇപ്പം എണീറ്റിട്ട് കാര്യം ഇത്രയും ലീവൊക്കെ എടുത്ത് വന്നിട്ട് ഇനി ഇവിടുന്ന് എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് ആലോചിക്കാനേ വയ്യ. സോ ഐ വോർ എ സാരി, ഒരു ബ്യൂട്ടിഫുൾ സാരി. ആൻഡ് ഐ എം ഗോയിങ് ടു സിറ്റി പാലസ്. സോ ഞാനിപ്പോൾ എൻ്റെ ഐലൈനറും ലിപ്സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. സോ ഐ എം ഗോണ പുട്ട് ഇറ്റ് ഓൺ മൈ ഫേസ്. യാ വയ്യാണ്ടായപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങോട്ട് പോകില്ല, ഞാൻ വയ്യാണ്ട് കിടക്കുന്നു, ഉദയ്പൂർ എവിടെയും കാണാൻ പറ്റില്ല വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഞാനിത് ഞാൻ മനസ്സിലാക്കി. കാര്യം ഒറ്റയ്ക്കായതുകൊണ്ട് we have to do every single things alone. So ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു ചിന്തയിൽ എപ്പോഴും ഞാൻ കോൺഷ്യസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ രാവിലെ എണീറ്റപ്പം എൻ്റെ റൂമിൽ 2 പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10 ഷെയറിംഗ് ആണ് നമ്മുടെ ഡോർമെറ്ററി. അപ്പോൾ ആദ്യത്തെ ചെക്കനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മലയാളി ലുക്ക് ഉണ്ട്. അപ്പം ഞാനും നോക്കും, അവനും നോക്കും, അവനും നോക്കും, ഞാനും നോക്കും. ആൻഡ് ഐ ആസ്ക്ഡ് ഹിം, ആർ യു മലയാളി? ആൻഡ് ഹീ സെഡ് യെസ്. ദെൻ നാട്ടിലെവിടെയാണ്? കാസർഗോഡ്. അപ്പം നല്ല സെറ്റായി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പാലസിൽ പോകാൻ പ്ലാൻ ഉണ്ട്. ആൻഡ് ഹീ ഓൾസോ വോണ്ട് ടു ഗോ പാലസ് ടുഡേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു.
ആൻഡ് മറ്റേ ചെക്കനോട് സംസാരിച്ചപ്പോൾ അയാൾ പഞ്ചാബിലാണ് വീട്, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഗായ്സ്, അങ്ങനെ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. ഇവൻ മലയാളിയാണ്. ഇവനെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മലയാളിയാണെന്ന്. കാര്യം ആ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നദീർ എന്നാണ് പേര്. എഗെയിൻ ഞങ്ങളിപ്പോൾ സിറ്റി പാലസ് പോകാൻ വേണ്ടിയിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട്, വണ്ടി ബുക്ക് ചെയ്തിട്ട് നിൽക്കാം. പനി മാറിയിട്ടില്ല. ഓക്കെ ബൈ, പാലസ് വെച്ച് കാണാം. ഗായ്സ്, കയറുമ്പം 300 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷെ സ്റ്റുഡൻസിന് 150. അപ്പം ഇവൻ ഡിഫൻസിലായോണ്ട് ഇവനും 150. ഞാൻ മാത്രം 300 കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഓൾഡ് ID കാർഡ് സെറ്റാക്കി. ആൻഡ് ഞാനും പേ ചെയ്തു 150 റുപ്പീസ്. സിറ്റി പാലസ് ഉദയ്പൂരിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പാലസാണ് ഉദയ്പൂരിലുള്ള സിറ്റി പാലസ്. ലേക്ക് പിച്ചോളയുടെ അരികിലായിട്ടാണ് ഈ പാലസ് നിലനിൽക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് കാണാൻ. കുറേ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു പാലസ് അല്ല, ഒരുപാട് ദൂരം നമുക്ക് നടന്ന് തന്നെ കാണാനുണ്ട്. പലപ്പോഴും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ബ്യൂട്ടി അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ രാജസ്ഥാനിൽ ട്രാവൽ ചെയ്യണമെന്ന്. കാര്യം അത്രയും അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് നമുക്ക് രാജസ്ഥാനിൽ കാണാൻ പറ്റുക. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഇവർ എന്നുള്ളതാണ് അതിലേറെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. സിറ്റി പാലസിലോട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 300 റുപ്പീസ് മുതൽ 500 റുപ്പീസ് വരെയൊക്കെയാണ്. പക്ഷേ സ്റ്റുഡൻസിനും പിന്നെ ഡിഫൻസിലുള്ളവർ അവർക്കൊക്കെ 150 റുപ്പീസ് മാത്രമാണ് നമ്മൾക്ക് എൻട്രി ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഏതാണ് രാജസ്ഥാൻ വിസിറ്റ് ചെയ്യാനെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഒക്ടോബർ ടു മാർച്ച്. ബിക്കോസ് ആ ടൈമിൽ തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ ട്രാവൽ ചെയ്താൽ നല്ല രസമായിരിക്കും. അത്യാവശ്യം തണുപ്പും ഉണ്ടാവും, അധികം ചൂടുണ്ടാവില്ല. ബിക്കോസ് സമ്മർ ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ദാറ്റ് വിൽ ബി ഹെക്ടിക്. കാര്യം നല്ല ചൂടായിരിക്കും, നമുക്ക് അധികം സ്ഥലങ്ങൾ നടന്ന് കാണാനൊന്നും പറ്റില്ല. പുറമേ നിന്ന് ഭയങ്കര രസമാണ് കാണാൻ, പക്ഷെ ഉള്ളിൽ ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള വഴികളും ഉണ്ട്. അവിടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോയൽ കോസ്റ്റ്യൂംസ്, പിന്നെ അവരന്ന് ഉപയോഗിച്ചിരുന്ന വെപ്പൺസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ സിറ്റി പാലസിൻ്റെ ഉള്ളിൽ. ദെൻ ഞങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യം, ഞങ്ങൾ 3 പേരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ മനസ്സിലായ കാര്യം വിചാരിക്കുന്നത് ഇവിടുത്തെ ഡ്രസ്സുകളും ഇവിടുത്തെ എന്താ ഇതിന് പറയുക, കട്ടിളകളോ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് അന്ന് ചെറിയ മനുഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നു. മനസ്സിലായോന്നറിയില്ല. കാരണം ഈ വാതിലുകളുടെ ഇതിൻ്റെയൊക്കെ വലുപ്പം കാണുമ്പോൾ തോന്നുന്നു അത്ര വലിയ ആളുകളല്ല, ചെറിയ മനുഷ്യന്മാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എങ്കിലും ഇത്രയും വെയിറ്റുള്ള ആയുധങ്ങളൊക്കെ എങ്ങനെ എടുത്തിരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചില സ്ഥലത്ത് ഒരുപാട് മിറർ കാണാനായിട്ട് പറ്റും. പിന്നെ രാജ്ഞി ഇരുന്നിരുന്ന സ്ഥലം കണ്ടു, കൃഷ്ണവിലാസ്, ബാഡി മഹൽ, അമർ വിലാസ്, ഇങ്ങനെ ഓരോ പേരിൽ നമുക്ക് ഓരോ പ്ലേസസ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് കൊട്ടാരത്ത് നിന്ന് നോക്കുമ്പോൾ ഉദയ്പൂർ സിറ്റി മൊത്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. സാരിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട് ഗായ്സ്.
എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ഈ ലൂപ്പിന്ന് ഇറങ്ങിയാൽ മതി. ആവുന്നില്ല. ഞാൻ മരിച്ചു പോയാലും ഇന്ന് വീട്ടിലേക്ക് എത്തിക്കോ. ഒരു മലയാളീനെ കണ്ടുകൊണ്ട്. ഇവിടെ എൻ്റെ വീട് എടപ്പാളാണ്. ഞാൻ എറണാകുളത്തുള്ളത്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടാൽ മതി, ആരെങ്കിലുമൊക്കെ വരാണ്ടിരിക്കൂല. ഒരുപാട് നേരം സിറ്റി പാലസിൽ സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൻ്റെ വ്യൂ ഞാൻ രാത്രി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പകൽ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഹോസ്റ്റൽ ഭയങ്കര അടിപൊളി എസ്തറ്റിക് വൈബുള്ള ഒരു പ്ലേസ് ആയിരുന്നു. നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടിവിടെ ചൂടുവെള്ളം എടുത്തോണ്ട് നേരാനും എന്തൊരു കഷ്ടമാണ്. പിന്നെ കണ്ണു തുറന്നപ്പോഴത്തേനും പിന്നെയും രാത്രിയായി. ഞാൻ വന്ന് ആവി പിടിച്ചു. ബിക്കോസ് നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോകണം. ഞാൻ ഇവിടുന്ന് അഹമ്മദാബാദിൽ നിന്ന് നാട്ടിലോട്ടുള്ള ട്രെയിനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ജാൻവി പിന്നെയും വന്നത്. ആൻഡ് വി ടോക്ക്ഡ് എ ലോട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജാൻവി ഞാനും ഭയങ്കര കണക്റ്റഡായി. ആൻഡ് ഈ യാത്രയിലെ ഏറ്റവും നല്ലൊരു പ്രീഷ്യസ് തിങ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ജാൻവിയാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ എം വെയിറ്റിംഗ് ഫോർ ഹെയർ. എനിക്ക് ഇനിയും അവളെ കാണണം, ഇനിയും അവളെ കാണണം, അതെനിക്ക് ഉറപ്പാണ്. സോ ഞാൻ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്തിടാം, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ഉദയ്പൂർ, ഞാൻ പറയും മസ്റ്റായിട്ട് നിങ്ങൾ നിൽക്കേണ്ട സ്ഥലമാണ്. ബിക്കോസ് അത്ര പൈസ വരുന്നില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരുപാട് സ്പോട്ടുകളിലോട്ട് നടന്നു പോകാനായി. മാറ്റ് പാക്കേഴ്സിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആൻഡ് ഓൾസോ അവിടുത്തെ ഫ്രണ്ട്ലി കൈൻഡ് ബിഹേവിയറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്ഥലമൊന്നും ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് മാറ്റ് പാക്കേഴ്സ്. അടിപൊളിയാണ്. അവസാനം പാക്ക് ചെയ്യുമ്പോഴും ജാൻവി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സാരി മടക്കാനൊക്കെ. ജാൻവിയുടെ നാറ്റീവ് പ്ലേസ് മുംബൈ ആണ്, ഉദയ്പൂരാണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കാര്യം എന്താ വെച്ചാൽ അവളുടെ പാഷനെ തന്നെയാണ് അവൾ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് സ്പേസിലാണ് അവൾ നിൽക്കുന്നത്. ആൻഡ് അതൊക്കെ അവളുടെ സ്റ്റോറി കേട്ടപ്പം ഐ ഇൻസ്പയർഡ് എ ലോട്ട്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവൾ ചെയ്യുന്നത്. Okay, you have to come Kerala, okay? I will. Yeah, and anyway connected on Instagram. You have to come and yeah. I have to see. ഗൈസ്, അപ്പം ഇന്ന് ഈവനിങ് നമുക്ക് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. ഇപ്പം ഞാൻ അസർവ എന്ന് പറഞ്ഞിട്ടുള്ള അഹമ്മദാബാദിൽ തന്നെ വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. സോ ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയാലോന്നുണ്ട്. വയ്യ. അങ്ങനെ വൈകുന്നേരമായിരിക്കുകയാണ് ഗൈസ്. 3 മണിയായി. ഇവിടെ ആണെങ്കിൽ 9 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ 5th പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഇത് വരുന്നത്. കുറേ ആളുകൾ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ വലിയ ബ്ലോഗറാണ് വിചാരിച്ചോട്ടെ. തിരിച്ച് നാട്ടിലോട്ട് പോയിട്ടിരിക്കുകയാണ്. സ്ലീപ്പറായിരുന്നു. ടിക്കറ്റ് ഫൈൻ എഴുതി മേടിച്ചു. ബിക്കോസ് ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് നാരങ്ങയുടെ തൊലി പോലും എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല. ടേസ്റ്റ് ബഡ്സ് ഒക്കെ ചത്തു. ഇനി അത് വർക്ക് ചെയ്യാൻ കുറച്ച് ദിവസം. സിനിമയിലൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തുക എന്ന് പറയാറുണ്ട്. ഞാനും അതെൻ്റെ ഡയറിയിൽ എഴുതാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പർപ്പസ് ഓഫ് ലൈഫിൻ്റെ അർത്ഥം കുറച്ചെങ്കിലും അറിയാം. ബിക്കോസ് ഒരു മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് അയാളുടെ എൻവയോൺമെൻറ്റിനും അയാളുടെ ഇമോഷൻസിനും അനുസരിച്ചിരിക്കും. അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളുടെ കൂടെയുള്ള മനുഷ്യന്മാരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഈ ലോകത്തിലുള്ള മലകളും പുഴകളും പൂക്കളും ഒക്കെ പോലെ ഈ കാലഘട്ടത്തിൻ്റെ ചെറിയ ഒരു ജീവികളാണ് നമ്മളും. ഈ പർപ്പസ് ഓഫ് ലൈഫിനെ കുറേ കൂടെ ഹാർഡായിട്ട് കാണാതെ കുറച്ച് സിമ്പിളായി കണ്ടാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്ന് തോന്നാറുണ്ട്. താങ്ക് യു.